ആ കുട്ടിക്ക് എന്നോട് നല്ല ദേഷ്യമുണ്ടെന്ന് തോന്നുന്നു. കണ്ടാലൊന്ന് ചിരിക്കുക പോലുമില്ല. തിരിച്ച് മുറിയിലേക്ക് കയറുമ്പോൾ പറയുന്നുണ്ടായിരുന്നു വേണി. അവൾ എന്ത് ദേഷ്യം കാണിച്ചുവെന്നാ. അവളുടെ സ്ഥാനത്ത് ചിലപ്പോൾ വേറൊരു പെൺകുട്ടിയാണെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല പ്രതികരിക്കുന്നത്. കൃഷ്ണ എന്നെ എന്തെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ മനസ്സിൻ്റെ ഭാരം പോയേനെ. ഇതിപ്പോൾ കണ്ടാൽ നോക്കുകയോ മിണ്ടുകയോ ഒന്നുമില്ല. എന്തോ മനുവുമായി വിവാഹം നടന്നു എന്ന് കേട്ടിട്ട് എന്തോ പോലെ. കൃഷ്ണയെപ്പോലൊരു പെൺകുട്ടിക്ക് ചേർന്നവനല്ല മനു. പറഞ്ഞുകൊണ്ടവൻ ജനലോരം ചേർന്ന് നിന്നു. നിലാവിൻ്റെ വെട്ടത്തിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന മുല്ലച്ചെടിയിലേക്ക് മിഴികൾ പോയി. സ്വന്തം അനിയനല്ലേ, എഞ്ചിനീയർ പാസ്സായതല്ലേ ആര്യൻ? എവിടുന്ന്? അവൻ തോറ്റു. എനിക്കും സച്ചിക്കും മാത്രമേ ഇതറിയൂ. അവൻ ആള് പാവമാണ്. പക്ഷേ അതുമാത്രം പോരല്ലോ. ജനൽക്കമ്പിയെ ഞെരിക്കുന്ന അവൻ്റെ കൈ മുറുക്കത്തെ നോക്കി വേണി. അവൻ്റെ മനസ്സ് അസ്വസ്ഥമാണെന്ന് തോന്നി അവൾക്ക്. വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? എന്നേക്കാൾ നന്ദുവിന് ചേർന്നത് കൃഷ്ണ തന്നെയാണ്. പറഞ്ഞതേ ബെഡിലിരുന്ന് കരയുന്നവളുടെ ഇരുതോളി പിടിച്ച് ഉയർത്തിയവൻ. വേണി, നീ എന്താ പറയുന്നെന്ന ബോധമുണ്ടോ നിനക്ക്? അങ്ങനെയെങ്കിൽ എന്തിനാണ് ഒരു പെണ്ണിൻ്റെയും കുടുംബത്തിനെയും കണ്ണീർ വീഴിച്ച് ഞാനിവിടെ നിൽക്കുന്നത്? കൃഷ്ണ, അവൾ നിൻ്റെ അനിയൻ്റെ ഭാര്യയാണിപ്പോൾ. അനിയത്തിയായി കാണേണ്ടവൾ നീയും അങ്ങനെ കാണുക. അവളിൽ നിന്ന് പിടുത്തം വിട്ട് വല്ലാത്തൊരു മാനസിക മെരുക്കത്തോടെ ബെഡിലേക്ക് കിടന്നു അനന്തൻ. കിടക്ക് വേണി, ക്ഷീണം കാണില്ലേ? എനിക്ക് ഉറക്കം വരുന്നു. പറഞ്ഞതും എപ്പോഴും അവൻ ഉറങ്ങിപ്പോയിരുന്നു. ചുവരിനോട് ചേർന്ന് കിടക്കുമ്പോൾ വേണിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ഉറങ്ങാതെ കിടന്നത് കാരണം വെളുപ്പിനെ എപ്പോഴുമാണ് മയങ്ങിപ്പോയത്. അടുക്കളയിലെ തട്ടും മുട്ടും വ്യക്തമായി കിടക്കാൻ കഴിഞ്ഞതും ഞെട്ടിയതുപോലെ എഴുന്നേറ്റു കൃഷ്ണ. ആതിര ചേച്ചിയുടെ കൈയും കാലും ദേഹത്തു നിന്ന് എടുത്തു മാറ്റി എഴുന്നേൽക്കുമ്പോൾ തല വെട്ടിപ്പുളക്കുന്നുണ്ട്. കുറച്ചു നേരം നെറ്റിയിൽ കൈ തിരുമ്മിക്കൊണ്ട് വാതിൽ തുറന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ പതറി നിന്നുപോയി. അടുക്കളയിൽ നിന്ന് ഒച്ചയല്ലാതെ ആ വീട്ടിൽ മറ്റൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. ആഹാ, മോൾ എഴുന്നേറ്റോ? തലയിലൊരു തോർത്തിൻ്റെ കെട്ടും അരബനിയനും ഇട്ട് അച്ഛൻ അങ്ങോട്ട് വന്നിരുന്നു. ഇങ്ങനെ നിൽക്കാതെ ചെന്ന് പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയിക്കോളും. അടുക്കളയിൽ അമ്മയുണ്ട്, ചെല്ലു മോളെ. മനസ്സ് നിറയ്ക്കുന്ന ചിരിയോടെ അച്ഛൻ പറഞ്ഞുകൊണ്ട് വെളിയിലേക്ക് നടന്നു. മുറിയിലേക്ക് തിരിച്ചു നടന്നിരുന്നു കൃഷ്ണയും. ഇന്നലെ അമ്മ കൊണ്ടുവന്ന് തന്ന ബാഗിൽ നിന്ന് ബ്രഷും തോർത്തും എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ കണ്ടു ചെറിയ ടേബിളിൻ്റെ അടുത്ത് കസേരയിട്ട് അതിലിരുന്നു കൊണ്ട് എന്തോ കറിക്കരിയുന്ന വേണിയെ. അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതെന്താണെന്നും ശ്രദ്ധിച്ചത് മനസ്സിലായി. ആനന്ദിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചാണെന്ന്. മനൂട്ടിനെ പോലെയല്ല നന്ദു. അവനെ കൊണ്ട് അങ്ങനെ വഴക്കില്ലായിരുന്നു. അവന് പഠിത്തമെന്ന ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കളിക്കാൻ പോലും പോകില്ലായിരുന്നു. മനൂട്ടൻ ചെയ്ത് കൂട്ടുന്നതിനെല്ലാം തല്ലു വാങ്ങിച്ചു കൊണ്ടിരുന്നത് അവനാ. മനൂട്ടിന് വയ്യായിരുന്നല്ലോ, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കൊഞ്ചിച്ചു. അതിൻ്റെ തല്ലുകേട് ഇപ്പോഴുമുണ്ട്. പഠിക്കാൻ തീരെ. പറഞ്ഞുകൊണ്ടവർ തിരിഞ്ഞതും കണ്ടു വാതിൽക്കൽ നിൽക്കുന്ന കൃഷ്ണയെ. കണ്ടതും പറയാൻ വന്നത് അപ്പാടെ വിഴുങ്ങിക്കളഞ്ഞു. ആ മോളോ? വീട്ടിലും ഈ നേരത്താണ് ഉണരുന്നത്? ഇടത്തട്ടിലേക്ക് മാവ് പകർന്നുകൊണ്ടാണ് അവരുടെ ചോദ്യം. അത് ഞാൻ ഉറങ്ങിപ്പോയി. അറിയുന്നതിനിടയ്ക്ക് തന്നെ നോക്കിച്ചിരിക്കുന്ന വേണിക്കായി നേർത്തൊരു ചിരി നൽകിക്കൊണ്ട് വെളിയിലേക്കിറങ്ങിയതും കാണുന്നത് മുറ്റം അടിച്ചു വരുന്ന അച്ഛനെയാണ്. കാവിമുണ്ട് മടക്കി കുത്തി തോർത്ത് തലയിൽ കെട്ടി മുമ്പിൽ നിന്ന് പുറകോട്ട് ഒരു പ്രത്യേക താളത്തിലാണ് അച്ഛൻ അടിക്കുന്നത്. പോരാതെ പാട്ടും പാടുന്നുണ്ട്. ഞാൻ അടിക്കട്ടെ മുറ്റം? അടുത്തേക്ക് ചെന്ന് ചോദിക്കുമ്പോൾ ചെറിയൊരു മടി തോന്നി. എന്തുകൊണ്ടോ വല്ലാതെ വീർപ്പ് മുട്ടിക്കുന്ന പോലെ. ഇവിടെയുള്ള ആരും തൻ്റെ അല്ല എന്ന് തോന്നി. അച്ഛൻ ചൂലിൻ്റെ മൂടി തട്ടിക്കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു. അത് വേണ്ട മോളെ, റിട്ടയർഡ് ആയപ്പോൾ മുതൽ അച്ഛനാണ് ഇതൊക്കെ ചെയ്യുന്നേ. പിന്നെ വന്ന പിറ്റേ ദിവസം തന്നെ ഇതൊക്കെ ചെയ്താലേ കുറേ ഒളിഞ്ഞുനോട്ടക്കാരുണ്ട് അയൽപ്പക്കത്ത്. പുത്തനച്ചി പുരപ്പുറവും തൂക്കുവാണെന്ന് പറയും. എൻ്റെ ഭാര്യയും ഒട്ടും മോശമല്ല. എന്നെ വിളിച്ചോ? ഒരു തവിയും പിടിച്ച് വാതിലോളം വന്ന് ചോദിച്ചു ആര്യൻ്റെ അമ്മ. തലയിൽ കെട്ടഴിച്ച് തോളത്തിട്ട് നിന്നു അച്ഛൻ. ഏയ്, നിനക്ക് തോന്നിയതാവും, അല്ലെങ്കിൽ മോളോട് ചോദിച്ചു നോക്ക്. അമ്മയുടെ നോട്ടം എന്നിലായതും ഋഷി കൈ പിടിച്ച് മുഖം കുരിച്ച് നിന്നു കളഞ്ഞു. അതേ കൊച്ചേ, പല്ല് തേച്ചിട്ട് വാ, ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 2-3 പ്രാവശ്യം ഒന്നും ഉണ്ടാക്കാൻ എന്നെക്കൊണ്ട് വയ്യ. പറഞ്ഞുകൊണ്ട് അമ്മ അകത്തേക്ക് പോയതേ
ബ്രഷിലേക്ക് പേസ്റ്റ് എടുത്തുകൊണ്ട് പൈപ്പിൻ ചൂട്ടിലേക്ക് നടന്നു ഞാനും. അമ്മേ ചായ. പല്ല് തേച്ച് തിരിയുമ്പോൾ കേട്ട സ്വരത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടു അടുക്കളപ്പടിയിൽ ഇരിപ്പുറപ്പിച്ചവനെ. ഒരു മുട്ടോളം ഇറക്കമുള്ള ബെർമുട മാത്രമാണ് വേഷം. ദേഹമൊക്കെ ക്ലീൻ ഷേവ് ചെയ്ത് ഷർട്ടില്ലാതെയുള്ള അവൻ്റെ ഇരിപ്പ് കണ്ടതിൽ എന്തുകൊണ്ടോ അസ്വസ്ഥത തോന്നി. കയ്യിലൊരു മുഴുത്ത ഫോണുണ്ട്. അതിലേക്ക് മുഖം പൂഴ്ത്തിയാണ് ഇരിപ്പ്. അകത്തേക്ക് കയറാനായി നിന്നുവെങ്കിലും താൻ അടുത്തു വന്ന് നിൽക്കുന്നത് പോലും അറിഞ്ഞിട്ടില്ല ആര്യൻ. എന്ത് വിളിക്കുമെന്നോ എങ്ങനെ വിളിക്കുമെന്നോ അറിയാതെ വാക്കുകൾ കിട്ടാതെ കുറേ നേരം നിന്നു. ഫോണിൽ എന്തൊക്കെ കണ്ട് ഉറക്കെ ചിരിക്കുന്നുണ്ട്. നീ എന്താ കൊച്ചെ ഇവനെ നോക്കി നിൽക്കുന്നേ? അകത്തേക്ക് പോകുന്നില്ലേ? അമ്മയുടെ ഒച്ച കേട്ടിട്ടാണെന്ന് തോന്നുന്നു. മുഖമെടുത്ത് നോക്കി ആര്യൻ. എനിക്കകത്തേക്ക് ഓ പറഞ്ഞതേ ഒരു വശത്തേക്ക് നീങ്ങിയിരുന്നു. കയറി പോകുമ്പോൾ കണ്ടു ആര്യന് നേരെ ചായ നീട്ടുന്ന അവിടുത്തെ അമ്മയെ. എന്നാ മോനെ, ഇതെന്താ ബൂസ്റ്റ് ഇട്ടില്ലേ? പറഞ്ഞതേ പടിയിലേക്ക് ദേഷ്യത്തോടെ വെച്ചിരുന്നു അവൻ. മനൂട്ട, മര്യാദയ്ക്ക് കുടിച്ചിട്ട് എഴുന്നേൽക്കാൻ നോക്ക്. ഇത്രയും പ്രായമായിട്ടും കണ്ടതൊക്കെ കലക്കി കൊടുക്കുവാണെന്ന് പറഞ്ഞ് അങ്ങേ സ്വൈര്യം തരുന്നില്ല. കുറച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്, തീർന്നു, ഇനി മേടിക്കണം. എന്നാൽ എനിക്ക് വേണ്ട. ഫോൺ നോക്കിക്കൊണ്ട് തന്നെ അകത്തേക്ക് പോയിരുന്നു. നിനക്കൊരു ബനിയൻ എടുത്തിട്ട് കൂടെ മനു? കസേരയിൽ നിന്ന് പത്രം നോക്കിക്കൊണ്ട് അവനോടായി പറഞ്ഞു സച്ചി. എന്തേ, അളിയന് പിടിച്ചില്ലേ? പറഞ്ഞുകൊണ്ട് ഇരു കൈയിലെ മസിലൊന്ന് പെരുപ്പിച്ച് കാണിച്ചു. വാതിൽക്കൽ നിന്നതും അവനെയും കടന്നു പോകാൻ കഴിയാതെ ഇത്തവണയും അസ്വസ്ഥതയോടെ നിന്നുപോയി കൃഷ്ണ. ഇടച്ചക്ക മാറി നിൽക്കടാ. സച്ചി പറഞ്ഞതേ അതേപടി തന്നെ പുറകോട്ട് തിരിഞ്ഞതേ അവൻ്റെ കൈ അവളുടെ മുഖത്ത് ആഞ്ഞടിച്ചിരുന്നു. ഹാവ്! വേദന കൊണ്ട് മുഖം പൊട്ടി നിന്നവളുടെ കൈയിൽ പിടിക്കാൻ നോക്കിയെങ്കിലും അവൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് മുറിയിലേക്ക് ഓടിയിരുന്നു കൃഷ്ണ. വാതിലിൻ്റെ കട്ടിളയിൽ കൈ അടിച്ചു കൊണ്ടതും വേദന കൊണ്ട് ഇരു കാലിൻ്റെ ഇടയിലേക്ക് വെച്ച് കാറിപ്പോയി ആര്യൻ. ഹാവൂ, എൻ്റെ കൈ! കൊള്ള, അടിച്ചാൽ തിരിച്ചടിക്കാൻ അറിയാവുന്ന കുട്ടിയാണ് പറഞ്ഞുകൊണ്ട് സച്ചി ഉറക്കെ ചിരിക്കുമ്പോൾ വേദന കൊണ്ട് അവളെ നല്ലതുപോലെ ഒന്ന് ഓർത്തു പോയി ആര്യൻ. പൂരൻ ദേവി, കാണിച്ചു തരാം ഞാൻ. അവൾ പോയ വഴിയെ നോക്കി മുറുമുറുത്തു ആര്യൻ. എൻ്റെ ദേവി, എൻ്റെ കുഞ്ഞിൻ്റെ കൈ കാണിച്ചു വെച്ചേക്കുന്നത് നോക്കിക്കേ. വന്നു കയറിയപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ എന്നാ ചെയ്യും? കൈപ്പത്തിയിലെ നീര് വെച്ചെടുത്ത് ചതവിൻ്റെ മരുന്ന് തൂത്തു കൊടുക്കുവാണ് അനിത. ഇടയ്ക്ക് ചുണ്ടടുപ്പിച്ച് ഊതി കൊടുക്കുന്നുണ്ട്. എൻ്റെ അമ്മേ, അത്രയ്ക്കൊന്നുമില്ല. ചെറുതായി ഒന്ന് കരിവാളിച്ചിട്ടേ ഉള്ളൂ. ആ ലേപം തൂത്താൽ കുറഞ്ഞോളൂ. ഇത്രയും ഓവറാക്കണ്ട. ആതിര അവളുടെ അടുത്ത് വന്നുകൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ച് നോക്കി പറഞ്ഞു. ഇത് നീയാണ് തീരുമാനിക്കുന്നത്. കണ്ടില്ലേ കൈ കാണിച്ചു വെച്ചേക്കുന്നേ? നല്ല വേദന കാണും എൻ്റെ കുഞ്ഞിന്. അവർ ആര്യൻ്റെ കവളിലോട് തലോടിയതും അവൻ്റെ മുഖം ദയനീയമായി പോയി. അപ്പോഴും മിഴികൾ പോയത് അടച്ചിട്ടിരിക്കുന്ന വാതിലിലേക്കാണ്. അവളെ അമ്മ ഒന്ന് വഴക്കു പറഞ്ഞിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോയി. അമ്മേ, ഇവൻ ചെറിയ മുറിവൊക്കെ സഹിക്കട്ടെ. എന്തിനു പുറകെ നിൽക്കുന്ന കൊണ്ടാണ് ഇവൻ എന്തിനേയും മുഴിപ്പിച്ച് കാണിക്കുന്നത്? കഴിഞ്ഞ ദിവസം എൻ്റെ കൈ മുറിഞ്ഞ് പുറന്നിട്ട് പോലും അമ്മയ്ക്കൊരു കുഴപ്പവുമില്ലായിരുന്നു. അവനെ ഉറുമ്പ് കടിച്ചാൽ പ്രശ്നം. ഇനിയെങ്കിലും ഈ കൊഞ്ചിക്കൽ നിർത്ത്. കല്യാണം കഴിഞ്ഞു ചെക്കൻ്റെ. ആര്യൻ്റെ തോളിൽ ഒരടി കൊടുത്തു പറഞ്ഞു ആതിര. നീ എന്നെ ഭരിക്കാൻ വരണ്ട. അവർ ദേഷ്യപ്പെട്ട് കൊണ്ട് എഴുന്നേറ്റു. കൃഷ്ണയുടെ മുറിയുടെ വാതിൽ എത്തിയതും കതകിൽ ആഞ്ഞടിച്ചു. എടി പെണ്ണേ, കതക് തുറന്നേ. ഒളിച്ചിരിക്കുവാണോ നീ? അമ്മ എന്തായി കാണിക്കുന്നത്? ചെറിയൊരു കാര്യത്തിന് സച്ചി തടയാൻ നോക്കിയതും അവർ ഇഷ്ടപ്പെടാതെ നോക്കി. ചെറിയ കാര്യമല്ല സച്ചി. എൻ്റെ മോള് നിനക്കിട്ട് ഇതുപോലെ തന്നിട്ടുണ്ടോ? ഇതുപോലെയില്ല, എന്നാലും. അവൻ്റെ മുഖത്ത് കുസൃതി പിറന്നുകൊണ്ട് നെഞ്ചി തിരുമ്മി. ആതിര കണ്ണും കിറിയും കാണിച്ചതും അവന് ചിരി വന്നുപോയി. കണ്ടോ? ഇല്ലല്ലോ, അവളെ വളർത്തിയത് ഞാനാണ്. എൻ്റെ മോൾ ഒരിക്കലും ഒരാളെയും ദ്രോഹിക്കില്ല പറഞ്ഞുകൊണ്ടവർ പിന്നെയും കതകിൽ മുട്ടാൻ തുടങ്ങി. എടി പെണ്ണെ, ഇങ്ങോട്ടിറങ്ങിക്കേ. ബാത്റൂമിൽ നിന്ന് മുഖവും കഴുകി ഇറങ്ങുമ്പോഴാണ് കതകിലുള്ള ശക്തിയിലുള്ള തട്ടി കേൾക്കുന്നത്. മുഖം അമർത്തി തുടച്ചുകൊണ്ട് വാതിലിൻ്റെ അടുത്തേക്ക് നടന്നു കൃഷ്ണ. വാതിൽ തുറന്നതും കണ്ടു മുമ്പിൽ നിൽക്കുന്നവരെ. നീ കൊള്ളാമല്ലോ കൊച്ചെ. എൻ്റെ കൊച്ചിൻ്റെ കൈ അടിച്ചു തകർത്ത് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുവാണോ? അവരത് പറയുമ്പോൾ കൃഷ്ണയുടെ മിഴികൾ ആര്യനെ തേടി. കസേരയിൽ ഇരിപ്പുണ്ട്.
മുഖം കുനിച്ചാണ് ഇരിക്കുന്നത്. കുഞ്ഞു പിള്ളേരെ പോലെ ആ ചതവിലൂടെ കൈ ഓടിക്കുന്നുണ്ട്. അത് സോറി, ഞാൻ അറിയാതെ. എന്തറിയാതെ? കൊച്ചിൻ്റെ അമ്മ ഇതാണോ പറഞ്ഞു വിട്ടിരിക്കുന്നത്? കെട്ടിയുടെ കൈയും കാലും തല്ലി ഒടിച്ച് പോരാൻ കൊള്ളാലോ കൊച്ചേ നീ. ഇരു എളിയിൽ കൈ കുത്തി വലിയ സംഭവം നടന്ന പോലെ പറയുമ്പോൾ ആര്യൻ്റെ കൈ കുത്തി കണ്ണിലുണ്ടായ പുകച്ചിലിനൊപ്പം വല്ലാത്തൊരു അസ്വസ്ഥത തോന്നിപ്പോയി അവരുടെ വാക്കിലൂടെ. നിന്റെ അമ്മ ഇതെങ്ങോട്ടായി പറഞ്ഞു പോകുന്നത്? ഈ ചെറിയ ചതവിനാണോ ഇത്ര ബഹളം? കഷ്ടമുണ്ട്. സച്ചി ആതിരയുടെ മുറിയിൽ പിടിച്ച് പുറകോട്ട് വലിച്ചുകൊണ്ട് പറഞ്ഞതും അവളൊന്ന് കടുപ്പിച്ച് നോക്കി. സച്ചിയേട്ടാ, എന്നോടാണ് പറയുന്നത്, ഞാനെന്തോ ചെയ്യാൻ? അല്ല, ഈ പാവം പെണ്ണിനെ നിന്റെ പുന്നാര അനിയൻ്റെ തലയിൽ വെച്ച് കൊടുക്കാൻ കാരണമായവൻ എന്തിയെ? കണ്ടില്ലല്ലോ കുറേ നേരമായിട്ട്. അവർ രണ്ടുപേരും അമ്പലത്തിൽ പോയി. പുതുപ്പെണ്ണും പുതുച്ചെറുക്കനും അല്ലേ? അമ്മ പറഞ്ഞു വിട്ടതാ. ഓഹോ, അപ്പോൾ ഇവർ രണ്ടുപേരും പുതിയതല്ലേ? താടി ഒഴിഞ്ഞ് ചോദിച്ചു സച്ചി. കൊച്ചെന്താ ഒന്നും പറയാത്തത്? ഇങ്ങനെയാണോ തട്ടേണ്ടത്? ഒന്നും മിണ്ടാതെ വാതിൽ ചാരി നിൽക്കുന്നവരുടെ തോളിൽ കുറച്ച് ശക്തിയിൽ തന്നെ തട്ടി ചോദിച്ചു അനിത. തുടരും. എല്ലാവർക്കും കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ചെറിയ പാർട്ടാണെന്ന് അറിയാം, എനിക്ക് വയ്യായ്ക നല്ലോണം കുറവില്ല, അതുകൊണ്ടാട്ടോ.